ഇന്ന് ഓവർ എ കപ്പ് ഓഫ് ടീയിൽ നമ്മളോടൊപ്പം ഉള്ളത് അഭിലാഷാണ്. വെൻ വി ലുക്ക് അറ്റ് അഭിലാഷ് ആസ് എ CEO, ആസ് എ സ്റ്റാർട്ടപ്പ് നർച്ചർ ചെയ്യുന്നൊരു വ്യക്തി, അല്ലെങ്കിൽ ഓൺട്രപ്രന്യോർ, അങ്ങനെ പല ആസ്പെക്റ്റിൽ കാണാം. ബട്ട് അഭിലാഷ് ആസ് എ മ്യൂസിഷ്യൻ, എ ഗിറ്റാറിസ്റ്റ്, എ ജാസ് പ്ലെയർ, എ ബാൻഡിൻ്റെ മെമ്പർ, ഹൗ ഡിഡ് ദാറ്റ് കോ എക്സിസ്റ്റ്? കാരണം വീട്ടിൽ നിന്ന് മാറി നിന്നു, ബട്ട് മ്യൂസിക്കിൽ നിന്ന് മാറി നിന്നില്ല. ഗിറ്റാർ വിട്ട് കൊടുക്കാൻ താല്പര്യമില്ലാത്തൊരു അഭിലാഷിനെ കുറിച്ച് ഞങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ട്. എനിക്ക് വൺ പ്രോബബ്ലി മൈ ഗ്രേറ്റസ്റ്റ് ക്വാളിറ്റി ഈസ് റെസിലിയൻസ് ആസ് എൻ ഓൺട്രപ്രണർ വിച്ച് ഹസ് വർക്ക്ഡ് ഫോർ മീ. കാരണം എനിക്ക് ഇന്ന് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ യു ഹാവ് പ്ലെൻറ്റി ഓഫ് 2000 ഞാൻ സ്റ്റാർട്ട് ചെയ്തു. And we were trying to do really different stuff. It was not a typical trading company. It was not a typical business, right? It was all about innovations. And eToilet won probably 100+ national international awards, including the Melinda and Gates Foundation grant. We were probably the first in the country to get such a thing. TIUS, MIT, all that. ഇന്നോവേഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും കുറച്ചുകൂടെ പ്രാന്തിൻ്റെ ലെവൽ കുറച്ച് കൂടുതലാണെന്ന് മാത്രമേ ഉള്ളൂ. സോ ഇറ്റ് റിക്വയർഡ് ലോട്ട് ഓഫ് ഈ പറയുന്ന പോലെ സ്കില്ലിലുപരി വില്ല് ഭയങ്കര നീഡായിരുന്നു. ആദ്യമേ നമുക്ക് ഒന്നും സപ്പോർട്ട് സിസ്റ്റംസ് ഇല്ലാത്തത് കാരണം നമ്മൾ തീയിൽ കുരുത്തു എന്ന് പറയത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ എല്ലാം പൈസയും കൊണ്ട് തന്നാൽ ഇപ്പം എൻ്റെ ഒരു ഐഡിയ ഉണ്ട്, എനിക്ക് ഫുള്ളി പൈസ തന്നാൽ ഞാനിപ്പോൾ ഇതാക്കും എന്ന് പറയുന്നൊരു ഐ സ്റ്റിൽ ഡോണ്ട് ബിലീവ് ഓൺട്രപ്രണേഴ്സ് ആർ നോട്ട് ലൈക്ക് ദാറ്റ്. അപ്പം ബേസിക്കലി ഒരു 2010 വരെ എനിക്കൊന്ന് കോളേജിൽ ഞാൻ ഇതെല്ലാം ചെയ്തിരുന്നു. ഞാൻ കോളേജിലുള്ള 4 വർഷമായിരുന്നു. ദാറ്റ് ആക്ച്വലി ട്രാൻസ്ഫോം മൈ ലൈഫ്. അതിന് മുന്നേ എനിക്ക് ഇത് ഒന്നും അറിഞ്ഞുകൂടായിരുന്നു. ഐ ലിറ്ററലി ലേൺ നത്തിങ്. ജാസ് ആയാലും ഗിറ്റാർ ആയാലും എല്ലാം ദിസ് ആർ ഓൾ സെൽഫ് ലേൺഡ്. ഒബ്സർവ് ചെയ്യുമായിരുന്നു. ദാറ്റ്സ് മൈ ഗ്രേറ്റസ്റ്റ് സ്ട്രെങ്ത്. കോളേജിലുള്ള 4 വർഷം ഐ വാസ് നോട്ട് ഇൻസൈഡ് ദ ക്ലാസ് റൂം മോസ്റ്റ് ഓഫ് ദി ടൈം, ബട്ട് ദെൻ ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് സ്റ്റഫ്. അത് കഴിഞ്ഞിട്ട് ഞാനിത് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇറ്റ് വാസ് ലൈക്ക് എ ഡെയിലി ഫയർ ഫൈറ്റിംഗ്. ആൻഡ് യു ഡോണ്ട് ഹാവ് എനിബഡി ടു അഡ്വൈസ്, മെൻറ്റേഴ്സ് ഒന്നുമില്ല. അപ്പോൾ നമ്മൾ റെയിൽ വിട്ട പോക്കായിരുന്നു നമ്മൾ ചെയ്യുന്നു. സോ കുറച്ചൊരു 8-10 വർഷത്തോളം ഞാനിതൊന്നും തൊട്ടിട്ടില്ല. ബട്ട് ദെൻ ഐ യൂസ് ടു കളക്ട് ഓൾ ദിസ്. ഇപ്പോൾ ഗിറ്റാറും ഡ്രമ്മും ഒക്കെ വാങ്ങിച്ചു വെക്കുമായിരുന്നു. അതൊക്കെ ഞാൻ ചെയ്യാമായിരുന്നു, എന്നിട്ട് ഷോക്കേസ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ 2010 വെൻ ഐ വാണ്ടഡ് ടു റീ എനർജൈസ് മൈ ടീം ഇൻസൈഡ് ഇൻ മൈ പ്രീവിയസ് കമ്പനിയിൽ, I brought everything together. ഒരു ട്രാൻസ്ഫർമേഷൻ ഡിമാൻഡ് ചെയ്തു കമ്പനി. നമ്മൾ കുറച്ച് പെട്ടെന്ന് സ്കെയിൽ ചെയ്യാൻ തുടങ്ങി, വളരാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഐ ബ്രോട്ട് ഓൾ ദിസ് തിങ് ബാക്ക്. അപ്പോൾ അങ്ങനെ ചെയ്യുകയായിരുന്നു. അങ്ങനെയാണ് ഞാൻ തിരിച്ച് 2010 പിന്നെ ഗിറ്റാറും അതൊക്കെ തിരിച്ച് കൊണ്ടുവന്നത്. ബട്ട് ആഫ്റ്റർ ദാറ്റ് വീണ്ടും ഈ പറയുന്ന പോലെ ഈ ഷെൽഫിനകത്ത് കയറി 2015 ഞാൻ പിന്നെ ഇത് ശരിക്കും. അപ്പോൾ ഈ ഒരു പീരീഡിൽ 2010 to 2015 I realized music is going to play a big role in bringing me back. അതിൻ്റെ ഒരു മാജിക്ക് ഞാൻ അപ്പോഴാണ്. അല്ലെങ്കിൽ ഇതിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആരെങ്കിലും പറഞ്ഞു തന്നിരുന്നു ഞാൻ ഒരു പക്ഷേ അതിന് മുന്നേ ചെയ്തായിരുന്നു. പക്ഷേ ഡിസ്കവേർഡ് ഞാൻ ചെയ്തത് ടീമിനെ ഒന്ന് എനർജൈസ് ചെയ്യാനാണെങ്കിലും ഇറ്റ് റിയലി വർക്ക്ഡ് വെൽ ഫോർ മീ. എനിക്ക് അതിൽ പോയിരുന്നിട്ട് ഒരു 4 കാര്യം ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി. സോ ദെൻ ഐ ക്രിയേറ്റഡ് ഒരു അമച്വർ ബാൻഡൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഐ യൂസ് ടു ഗോ ആൻഡ് പ്ലേ ഇൻ, എല്ലാം തന്നെ പഠിച്ചതാണ്, വലിയ കാര്യമായിട്ട് അറിയത്തൊന്നുമില്ലേ പോലും. ഐ പ്ലേ ഇൻ എന്താ പറയുന്നത്, നമ്മുടെ ചെറിയ ചെറിയ ഷോസും അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു. 2015 വലിയ സെറ്റ് ബാക്ക് ഉണ്ടായ സമയത്ത് ഞാൻ മ്യൂസിക്കാണ്, ദാറ്റ് റിയലി ഹെൽപ്പ് മീ ബാക്ക് ആൻഡ് കപ്പിൾ ഓഫ് ഫ്രണ്ട്സ്. that was my biggest setback, to a point where I should give up my life എന്ന് പറയുന്നത്. അവിടെയാണ് ബ്ലൂം ഉണ്ടാകുന്നത്. പക്ഷേ ആ പോയിന്റിൽ മ്യൂസിക്കാണ് മേജർലി എന്നെ ഹെൽപ്പ് ചെയ്തത്, അപ്പാർട്ട് ഫ്രം കപ്പിൾ ഓഫ് അതർ ഫ്രണ്ട്സ് ഓൾസോ. ബാക്കി ആരും ഞാൻ കണ്ടില്ല. കാരണം വെച്ചാൽ വീണ് കിടക്കുന്ന മരത്തിൽ ചവിട്ടി എല്ലാവരും പോവുള്ളൂ, ചാഞ്ഞ് കിടക്കുന്ന മരത്തിൽ നൂന്നാൽ മാത്രമല്ല ചുറ്റും ആൾ കാണുള്ളൂ. സോ സഡൻലി ഐ കുഡ് നോട്ട് ഫൈൻഡ് എനിബഡി. ബട്ട് എൻ്റെ ചുറ്റും ഞാനപ്പോൾ ചെയ്ത് എൻ്റെ റൂമിൽ ആദ്യമേ എൻ്റെ ഡ്രമ്മും ഗിറ്റാറും ലൈക്ക് ഒരു 10 ഇൻസ്ട്രുമെൻറ്റ്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. മൊത്തം വെച്ച് എൻ്റെ റൂമിനെ അങ്ങോട്ട് വേറൊരു എനർജി ലെവലിൽ കൊണ്ടുവന്നു. ആരുമില്ല അപ്പോഴും പ്ലേ ചെയ്യണമെങ്കിലൊക്കെ ഞാൻ സ്വന്തമായിട്ടൊക്കെ ഉള്ള കാര്യമുള്ളൂ. ബട്ട് ദെൻ ദാറ്റ് റിയലി ഹെൽപ്ഡ്. സോ മ്യൂസിക് ആസ് എ ബിഗ് റോൾ. ഇപ്പം ഞാനത് നന്നായിട്ട് എനിക്ക് കിട്ടാവുന്ന സമയമൊക്കെ അതിൽ സ്പെൻഡ് ചെയ്യാറുണ്ട്. എടുത്ത് ഇങ്ങനെ ബെഡിലൊക്കെ ഇട്ടിട്ട് തന്നെയൊക്കെയാണ് എൻ്റെ ഓഫീസിൽ, വീട്ടിലൊരു ഓഫീസ് സെറ്റപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ ചുറ്റും ബെഡിൽ തന്നെ ഇതൊക്കെ ഇട്ടിട്ട് ഇറ്റ്സ് ഓൾവേസ് ദെയർ, റൈറ്റ്? സോ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫീലിംഗ് ആൻഡ് എനർജി. ദാറ്റ് റിയലി ഹെൽപ്സ്. ഞങ്ങൾ അറിയുന്ന അഭിലാഷ് അല്ലാതെ അഭിലാഷിൻ്റെ വൈഫ് അഭിലാഷിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുക? അഭിലാഷിൻ്റെ വൈഫ് എന്നെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഷീ ഈസ് വൺ. എനിക്ക് അങ്ങോട്ട് പറയാനുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് റിയലി ഡിഫിക്കൽട്ട് ടു to live with an entrepreneur, right? And then when he is actually trying to do stuffs, I think she is very, very strong. One of the strongest I've seen.
Even though it's very hard to manage their emotions, but then she's really തിരിച്ചു പറയുകയാണെങ്കിൽ എനിക്ക് അത് എന്തായിരിക്കും ഇപ്പോൾ പറയുക, ഷീ മൈറ്റ് സേ വൺ തിങ് എന്നോട് എംപത്തൈസ് ചെയ്യുകയാണെങ്കിൽ പറയും ഐ ഹവ് നോട്ട് reached a place where I really deserve to be, because she believes I need to reach, and then the kind of ideas. One thing she always says is that people don't understand what I'm saying. So that's a cultural thing which I'm trying to solve through Bloom also. ഇപ്പോൾ ഈ ടോയ്ലറ്റ് പറയുമ്പോൾ കക്കൂസിന് മേൽ പോകുന്നില്ല എന്ന് പറയുന്നത്, ഞാൻ പറയുന്ന ഐഡിയാസ് ഒന്നും ആർക്കും മനസ്സിലാവില്ല എന്നുള്ളതും നമുക്ക് ചെറിയ എന്തെങ്കിലും ആപ്പിലേക്കൊക്കെ പോയാലോ എന്നൊക്കെ പലപ്പോഴും ആലോചിക്കും. ബട്ട് അങ്ങനെ മാത്രമേ ഉള്ളൂ. പിന്നെ ഷീ ജസ്റ്റ് ബിലീവ്സ് ഇൻ മീ, ഇൻ വാട്ട് ഐ എം ഡൂയിങ്, ആൻഡ് ഷീ ഈസ് ദെയർ ഓൾവേസ്. ഇൻ റിംഗ് കൺസേർട്ടിലായാലും ഇവിടെ ആയാലും ഷീ ഈസ് ഓൾവേസ് ദെയർ. സോ അത്രേ ഉള്ളൂ. സോ എനിക്ക് അല്ലാതെ എനിക്ക് പറയാൻ എനിക്കറിയില്ല. ഐ തിങ്ക് സം അതർ ടൈം യു ക്യാൻ ഓൾസോ, ആൻഡ് ഷീ ഐ തിങ്ക് ഷീ ഈസ് വൺ അൺസങ് പ്രോബ്ലി ഹീറോ. ഈ എൻ്റെ ഈ ജേർണിയിലെല്ലാം ഇവിടെ പല ആൾക്കാരെ ഞാൻ കാണാറുണ്ട്, ഈ ഷീ ടാക്സി ഷീ മാനേജ്ഡ് കംപ്ലീറ്റ്ലി. But she's not, because I'm always there, always ഒരു ഷാഡോയുടെ ആയിട്ട് നിൽക്കാനേ താല്പര്യപ്പെട്ടിട്ടുള്ളൂ. I also wanted her to be എന്താ പറയുക, independent and do stuff. She's capable. So probably at some point of time I think she'll also get what she really deserves. Yeah. ഇതിപ്പോൾ പല ജേർണിയിലൂടെ വന്ന് ഒരു ഓൺട്രപ്രനറായി, മ്യൂസിഷ്യനാണ്, കുറേ പാഷനറ്റായ കുറേ കാര്യങ്ങളുണ്ട്. ഇഫ് യു ഹാവ് ടു ടെൽ ഓൾ ദോസ് പാഷനറ്റ് പീപ്പിൾ, like you tell your daughter, what would that one line be that you would want to tell any passion following person, or നമ്മുടെ സാധാരണക്കാരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഭ്രാന്തന്മാർ? So for my passion choose ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, so you are people who are chasing passion, you won't be many or much, you would not find many who will do that. You will always be caught up with kind of social pressure that you have. സോ വളരെ സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ, ഇഫ് യു ആർ ഓൾവേസ് ഹോണ്ടഡ്, റൈറ്റ്, അതാണ് ഇൻഡിക്കേഷൻസ്, റൈറ്റ്. പാഷൻ എന്താണെന്നോ കണ്ടുപിടിക്കൽ ഇസ് എ സെക്കൻഡറി തിങ്. ബട്ട് ദെൻ എനിക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ് ആയിരിക്കാം ചിലപ്പോൾ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യു ട്രൈ ടു ഡിസ്കവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ യു ഡിസൈഡ് ഫസ്റ്റ്, യെസ് ഐ എം ഗോണ ഡു ദാറ്റ്. അതാണ് ഫണ്ടമെൻ്റലി വേണ്ടത്. ആൻഡ് ബി ഫേം ഓൺ ഇറ്റ്, റൈറ്റ്. തീരുമാനം പോലും പലർക്കും ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. യെസ് ഐ എം ഗോണ ചേസ് മൈ പാഷൻ. എന്താ പാഷൻ എന്നറിയില്ലായിരിക്കാം, ഫോർ വിച്ച് പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പറയുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, ഒരു കൊട്ട പഞ്ഞി എടുത്തിട്ട് ചെവിയിൽ വെക്കണം. സോ ദാറ്റ് യു ആർ നോട്ട് ഇൻഫ്ലുവൻസ്, റൈറ്റ്. ജോക്സ് എ പാർട്ട്, യു ഹാവ് ടു വിത്ത്സ്റ്റാൻഡ് ദാറ്റ് പ്രഷർ. അതിനെന്താണോ എങ്ങനെ മാനേജ് ചെയ്യേണ്ടതെന്നുള്ള ഐ ഫൗണ്ട് മൈ ഓൺ വേസ്. സിമിലർലി അത് ഇഗ്നോർ ചെയ്യാനായിട്ട് ഉള്ള ഒരു ഇത് ഉണ്ടാവണം. ഇല്ല എന്നുണ്ടെങ്കിൽ യു വിൽ നെവർ ബി ഏബിൾ ടു ഡു ദാറ്റ്. ആൻഡ് പിന്നെ ചെയ്യേണ്ടത്, യു ഡു 3 things. യു നെറ്റ്വർക്ക് ആൻഡ് നെറ്റ്വർക്ക്. യു മീറ്റ് പീപ്പിൾ ആൻഡ് മീറ്റ് പീപ്പിൾ. ഒരു ഇൻറ്റൻഷനും ഇല്ലാതെ അൺകണ്ടീഷണലായിട്ട് പോയി മീറ്റ് ചെയ്യുക. യു വിൽ ഡെഫിനറ്റ്ലി ബി ഏബിൾ ടു ഡിസ്കവർ വാട്ട് യു ആർ. അത് ഇപ്പം എനിക്കിഷ്ടമുള്ളത് ഇന്നതാണെന്നൊരു തോന്നൽ മാത്രം ഉള്ളപ്പോൾ നമ്മൾ അങ്ങനത്തെ കാര്യം ചൂസ് ചെയ്യായിട്ട് പോയി കഴിഞ്ഞാൽ യു വിൽ നെവർ. ഇപ്പം തന്നെ ഞാനിവിടെ കുട്ടികൾക്ക് നമ്മൾ വി ട്രൈ ടു ഈ ഒരു സ്പേസിനെ പാഷൻ ഡിസ്കവർ ചെയ്യാനായിട്ടുള്ള ഒരു സ്പേസായിട്ട് മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ദ ഹോൾ മോട്ടീവ് ഇസ് ദാറ്റ്. സോ വി ഹാവ് മോഡൽ ഫോർ കിഡ്സ് വെയർ വി ഗിവ് ദം സീറ്റ്സ്. പ്രൈമറിലി അവർക്ക് സീറ്റ് എടുത്താൽ മതി. സോ വി കോൾ ഇറ്റ് സ്റ്റഡി ഡെസ്ക്. ബട്ട് ദ സ്റ്റഡി ഡെസ്ക് അതൊരു ട്രാൻസാക്ഷന് വേണ്ടിയാണ് ആ പേര് വിളിച്ചേക്കുന്നത്, സീറ്റ് എടുക്കുക എന്ന് പറയുന്നത്. നോ, ബട്ട് ദെൻ വെൻ ദ കം ഹിയർ we ഒരു പ്രിസ്ക്രിപ്ഷൻ നമ്മൾ കൊടുക്കും. ഓക്കെ, സോ ദിസ് ഇസ് എ സ്പേസ് വെയർ യു ഗോട്ട് കോസി കൂൾ ആംബിയൻസ്, മൊത്തം എല്ലാം ഇങ്ങനത്തെ ഒരു എൻവയോൺമെൻറ്റ്. ബട്ട് ദെൻ തൊട്ട് മുന്നേ ഇരിക്കുന്നത് ഒരു ഓൺട്രപ്രണറോ അല്ലെങ്കിൽ ഒരു ഇന്നോവേറ്ററോ അല്ലെങ്കിൽ ഒരു മ്യൂസീഷ്യനോ റൈറ്ററോ മീഡിയ പേഴ്സണോ. യു ഹാവ് എ ക്രോസ് സെക്ഷൻ ഓഫ്, ഐ മീൻ ദ എൻവയോൺമെൻറ്റ് ഇസ് ഡിഫറെൻറ്റ്, റൈറ്റ്. മറ്റേ ഒരു ഡോക്ടറിൻ്റെ മോൻ എപ്പോഴും ഒരു ഡോക്ടറാണ്, അല്ലെങ്കിൽ ഒരു ഡ്രൈവറുടെ മോൻ ഒരു പക്ഷേ ലോറി ഡ്രൈവർ മാറി മറ്റേ എന്താ പറയുക ഒരു ജീപ്പിൻ്റെ ഡ്രൈവർ അല്ലെങ്കിൽ ഒരു കാറിൻ്റെ ഡ്രൈവറാകും. എൻവയോൺമെൻറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് വെൻ ഇറ്റ് കംസ് ടു ഒരു ജീനിയസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. സോ കുട്ടികൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻവയോൺമെൻറ്റ് വേറെ നാളെ കൊണ്ട് ലോകം മാറ്റി മറിക്കും എന്ന് പറഞ്ഞിരിക്കുന്ന കൈൻഡ് ഓഫ് ആൾക്കാരാണ് ഇവിടെ വരുന്നത്, അപ്പോൾ ഇവിടെ ഉള്ളത്. അപ്പോൾ ആ എനർജി ലെവൽ ഡിഫറെൻറ്റാണ്. സോ വി ഗിവ് ദിസ് പ്രിസ്ക്രിപ്ഷൻ വിച്ച് സേസ് ഗോ ആൻഡ് മീറ്റ് അറ്റ്ലീസ്റ്റ് 50% ഓഫ് പീപ്പിൾ ഹിയർ എന്ന് വെച്ചാൽ അവരോട് അങ്ങോട്ട് പോയിട്ട് ബാർജിൻ ചെയ്യേണ്ടി വരും ചിലപ്പോൾ. എന്നിട്ട് ടൈം ഫിക്സ് ചെയ്തിട്ട് അവരോട് പോയി കണ്ട് ഇൻസ്പയർഡ് ആവുക എന്ന് പറയുന്നത്. സോ യു ഗോ ആൻഡ് മീറ്റ് 50% ഓഫ് പീപ്പിൾ ഹിയർ, ഓർ ഓൺട്രപ്രണേഴ്സ് ഓർ ചേഞ്ച് മേക്കേഴ്സ്. ഇവിടെ വരുന്ന എല്ലാവരും കുറച്ച് ഡിഫറെൻ്റ് ആണ്. സെക്കൻഡ് തിങ്, യു ഗോ ആൻഡ്
attend to 50% of at least 50% of the programs that are happening here, no matter you like or not. ബിക്കോസ് എൻ്റെ ലൈഫ് രത്തൻ ടാറ്റയുടെ വണ്ടിയുടെ അടിയിൽപ്പെട്ടാൽ ചിലപ്പം രക്ഷപ്പെടും. നമ്മൾ അതിൻ്റെ അടിയിലല്ല പെടുന്നതെന്നുള്ളതാണ് എൻ്റെ ഇഷ്യൂ. ഒന്ന് വാ, എന്ന് ബോംബെ വാ, എന്നെ കാണുന്ന പറഞ്ഞാൽ ലൈഫ് ഇസ് ഡിഫറെൻറ്റ്. സോ വിച്ച് മീൻസ് ദാറ്റ് നമ്മളുടെ രത്തൻ ടാറ്റമാർ ഇങ്ങനത്തെ സ്ഥലങ്ങളുണ്ടാവും. ഇൻറ്റലിൻ്റെ MD വെൻ ഷീ കംസ് ഹിയർ, ഷീ കംസ് ആൻഡ് ടേക്ക് സെഷൻസ് ഹിയർ. ആര് ട്രിവാൻഡ്രത്തേക്ക് ഒരു ദിവസത്തേക്ക് വന്നാലും ഇവിടെ വന്ന് സെഷൻ എടുക്കുമായിരുന്നു. ആൻഡ് ദിസ് ഹാസ് ബിക്കം എ പ്ലേസ് വെയർ യു ക്യാൻ സോഷ്യലൈസ് നെറ്റ്വർക്ക് ആൻഡ് ഓൾ ദാറ്റ്. ഈ പ്രോസസ്സിൽ അവർ വന്നിട്ട് ഫ്യൂച്ചറിനെ കുറിച്ചും ഇൻസ്പയർ ചെയ്യുകയും കാര്യങ്ങളെല്ലാം ചെയ്യും. ഇങ്ങനെ ഉള്ള പ്രോഗ്രാംസിൽ ഒരു 50% അറ്റൻഡ് ചെയ്യുകയും എന്നിട്ട് ഇന്ന് ചോദ്യം ചോദിക്കുക. അറ്റ്ലീസ്റ്റ് അതിനകത്തൊരു 50% എണ്ണത്തിനകത്ത് be it a blunder, that's fine. People might laugh at you, that's fine. But you stand up and ask, you are blunder. Crazy foolish things in our innovations. I mean, stay hungry, stay foolish. Steve Jobs പറഞ്ഞിട്ടുള്ള പോലെ. I mean, you need to create. ഇതൊക്കെ ബുക്കി വായിച്ചാൽ പോരാ. I mean, you have to practice, right? ഫെയിലിയറും ബുക്കി വായിച്ചാൽ തീരുന്നതല്ല. You have to practice. ചാലഞ്ച് ടേക്കിംഗ് മൈൻഡ് സെറ്റ്, യു ഹാവ് ടു പ്രാക്ടീസ്. യു ഹാവ് ടു ലിറ്ററലി പ്രാക്ടീസ്. അപ്പോൾ ഇത് പ്രാക്ടീസിനുള്ള ഒരു സംഭവം. യു സ്റ്റാൻഡ് അപ്പ് ആൻഡ് ആസ്ക്. പീപ്പിൾ മൈറ്റ് ലാഫ് once, twice and all that. Do that. End of the session, you go and handshake with at least few of them. 1 year down the line, he might have discovered what he is. He will definitely, in the process, ഇത്രയും ആൾക്കാരെ മീറ്റ് ചെയ്യും. അതിനകത്ത് you might also be there for your own interest, and you might be his life changing എന്താ പറയണേ പാർട്ട്ണർ or whatever, right? So അങ്ങനെ അതുകൊണ്ട് don't judgmental-ആയിട്ട് ഒരു പരിപാടിക്ക് പോകുന്നതിന് പകരം you go network where the motive is to get inspired, to meet people. ആൻഡ് ഇൻ ദ പ്രോസസ് യു വിൽ ഡെഫിനറ്റ്ലി ഡിസ്കവർ നമുക്ക് പാഷനിൽ ചൂസ് ചെയ്യാൻ പറ്റും. ഞാൻ ഇത് തന്നെ എനിക്ക് ചെയ്തു കിട്ടിയെന്നുള്ളത്. ഐ ഹാഡ് ദിസ് എന്താ പറയണേ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റ്. ഐ വാസ് നോട്ട് അന്ന് എല്ലാവർക്കും ജോലിയാണ് വേണ്ട, സ്ഥിര ജോലി. എൻ്റെ അമ്മ പട്ടാളത്തിൽ പോകുമെന്ന് പറഞ്ഞു, മിലിറ്ററി ഓഫീസറായിട്ട് പോകുമെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ സർക്കാർ ജോലി എന്നാണ് പറഞ്ഞത്. പക്ഷേ അതെനിക്ക് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതിന് മുന്നേ തന്നെ എനിക്കത് റിയലൈസ് ചെയ്തിരുന്നു. ട്രിവാൻഡ്രത്ത് വന്നു, ആൻഡ് ദെൻ ഐ ഫോർച്ചുനേറ്റ്ലി മെറ്റ് പീപ്പിൾ, റൈറ്റ്, വിച്ച് ഇൻട്രസ്റ്റ് ഗ്രൂപ്പിലേക്ക് പോയി പെട്ടു. ദാറ്റ് ട്രാൻസ്ഫോംഡ് മൈ ലൈഫ്. ഇഫ് ദാറ്റ് ഈസ് ദ കേസ് ദെൻ ഇതിനിടയിൽ ഞാൻ ചെയ്തത് ഇങ്ങനെ ഞാൻ ഡിസൈഡ് ചെയ്തപ്പോൾ എൻ്റെ ഫാമിലിയും എൻ്റെ ഫ്രണ്ട്സിൻ്റെ നിന്നും ഓർക്കിട്ടില്ലെങ്കിൽ എനിക്ക് അക്കൗണ്ട് പോലും ഇല്ലായിരുന്നു ആ ടൈമിൽ. ഇൻ ഓർഡർ ടു വിത്ത്സ്റ്റാൻഡ് ദിസ് പ്രഷർ ഞാനായിട്ട് അവന്യൂ ഉണ്ടാക്കിയില്ല. സോ ഈസ് യു ഡിസൈഡ്, യെസ്, ഐ എം ഗോണ ചേസ്. You may not be sure what it is. You have a confused mindset. That's fine. Decide you're gonna do that. 2, ഒരു കട്ട് പഞ്ഞി എടുത്തിട്ട് ചെവി വയ്ക്കുക. 3 is network and network. Your life will be different. ഈ ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ പല കുട്ടികളും അവർക്ക് എന്താണെന്ന് അവർ ഡിസ്കവർ ചെയ്തു. അവർക്ക് എന്താണ് ഫ്യൂച്ചർ എന്ന് അവർക്ക് മനസ്സിലായി. അവർ ഇൻസ്പയർഡായി. അവർക്ക് എന്ത് ചെയ്യണമെന്ന് അവർക്ക് ഡയറക്ഷൻസ് കിട്ടി. അവർക്ക് എങ്ങോട്ട് പോകണമെന്ന് മനസ്സിലായി. ആൻഡ് ദ ഓൺലി വേ ദേ എൻഗേജ് വിത്ത് us ഇസ് ഈ പറഞ്ഞ സ്റ്റഡി ഡെസ്ക് എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ദാറ്റ് എൻവയോൺമെൻറ്റ് ദാറ്റ് വി ആർ ട്രൈങ് ടു ക്രിയേറ്റ്. സോ ദർ ആർ എൻവയോൺമെൻറ്റ്സ് ലൈക്ക് ദിസ്. മേക്ക് യൂസ് ഓഫ് ഇറ്റ്. പാഷൻ ഉണ്ടെന്ന് മനസ്സിലാണ്. എന്താ പാഷൻ എന്ന് പോലും പലർക്കും അറിയണ്ടാവില്ല. യു ഹാവ് ടു ബി ഇൻ സച്ച് പ്ലേസസ് ആൻഡ് ഡിസ്കവർ വാട്ട് ഇറ്റ് ഇസ്. ദാറ്റ്സ് ഇറ്റ്. I would really, on an end note, say that may BHub be the hub, and let bloom. Yeah. And thank you very much for the time. Thank you so much. Thank you.